എൻ്റെ ഏറ്റവും ബഹുമാനിക്കുന്ന കായിക പ്രേമികളെ, സ്നേഹനിധികളായ നാട്ടുകാരെ, അഭ്യുദയാകാംക്ഷികളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, തുഞ്ചനും കുഞ്ചനും എഴുത്തച്ഛനും ഉള്ളൂരും ആശാനും വള്ളത്തോളുമൊക്കെ കാവ്യാത്മകമാക്കിയ മലയാളത്തിൻ്റെ മണ്ണിൽ നിന്ന് മറുനാട്ടിലേക്ക്, മധ്യപൂർവേഷ്യയിലേക്ക് മന്ന തേടിയെത്തിയ മലയാളികളുടെ ഈ മഹാകൂട്ടായ്മയ്ക്ക്, തനിമ എന്ന ഈ മാനവിക ഗ്രഹാതുര കൂട്ടായ്മയ്ക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായ ഓണത്തനിമ, അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന 8ാമത് ദേശീയ വടംവലി മത്സരത്തിന് ഔദ്യോഗികമായി ഈ വേദിയിൽ തിരിതെളിയാൻ പോവുകയാണ്. വെറും 30 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന ഒരു പരിപാടി ഈ വേദിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. എൻ്റെ കാണികൾ ശ്രദ്ധിക്കുക, ഈ വേദിയിൽ ഒരുപാട് പേര് ചിലപ്പോൾ എത്തും. പക്ഷേ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഒരാൾ പോലും പ്രസംഗിക്കില്ല, ഒരേ ഒരു സന്ദേശം മാത്രമേ ഉണ്ടാകൂ. ഈ വേദിയിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭയക്കേണ്ട കാര്യമില്ല. ഒറ്റ ഉദ്ഘാടന സന്ദേശവും സ്വാഗതവും നന്ദിയും അധ്യക്ഷ പ്രസംഗവും എന്ന് പറയുന്ന 5 മിനിറ്റ് നീളുന്ന പരിപാടികളിൽ ബാക്കി എല്ലാവരും ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളും ഈ പരിപാടിയെ നേതൃത്വം കൊടുക്കുന്നവരുമാണ്. അവരെ ഞങ്ങൾ ഈ വേദിയിൽ ആദരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാണികളുടെ അനുവാദത്തോടുകൂടി ആ വലിയ മനുഷ്യരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ അനുവാദം തന്നാൽ, കൈയടിച്ചാൽ ഞാൻ അതിന് തുനിയുകയാണ്. ഒരു വലിയ കൈയടി അവർക്ക് വേണ്ടി കൊടുക്കണം. A very good evening to one and all. Newness or novelty has been fascinating man since Neanderthal times. Novelty, as for us, is excitement, exuberance, surprise, joy and happiness. Together we make a terrific team, the Tanima, synonymous with the human and nostalgic interaction of Malayalis abroad. Let me call it the fraternity of Tanima. Ladies and gentlemen, the most awaited day has come to put an end to our eager waiting and the tireless preparations. Well, an event like this cannot happen overnight. The wheels start rolling weeks or maybe months ago. With great pleasure and satisfaction to the core, let me invite you once again to this magical evening. An evening I'm sure you're going to let your head down and enjoy yourselves. Thank you. ഓണത്തനിമയുടെ ഈ വേദിയെ സമ്പന്നമാക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഇത്രയും വലിയ വേദി ഒരുക്കി തന്നിരിക്കുന്നത് ഇവിടെ കടന്നു വരാൻ പോകുന്ന ഈ എൻ്റെ വലിയ വ്യക്തിത്വങ്ങളാണ്. കാരണം അവരാളും അർത്ഥവും സമ്പത്തും എല്ലാം നൽകി സഹായിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പരിപാടി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളെ ഞാൻ പ്രതീക്ഷയോടുകൂടി മനസ്സിൽ പൂജിച്ചുകൊണ്ട്, നിങ്ങളെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹിസ് എക്സലൻസി വിധു പി നായർ, ഓണത്തനിമയുടെ ജനറൽ കൺവീനർ ശ്രീ ഷാജി വർഗീസ്, ഗൾഫ് മാർട്ടിന്റെ കൺട്രി ഹെഡ് ശ്രീ ഡോക്ടർ ടി എ രമേശ്, കഴിഞ്ഞ ഒരു വർഷക്കാലമായി മലയാളിയുടെ മനസ്സ് കവർന്നെടുത്ത 98.4 UFMന്റെ CEO മിസ്റ്റർ വിനുകുമാർ, സെയിനിന്റെ മാർക്കറ്റിംഗ് മാനേജർ മിസ്റ്റർ മസൂദ് Al Surur. Let me call upon Mr. Masood Al Surur on the dais. നമുക്ക് ഈ വിശാലമായ ഓഡിറ്റോറിയം തുറന്നു നൽകിയ, നിങ്ങൾക്ക് യഥേഷ്ടം വിഹരിക്കുവാൻ നൽകിയിരിക്കുന്ന എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട തനിമയുടെ അഡ്വൈസർ കൂടിയായ ശ്രീമതി
ശാന്ത മരിയ ജെയിംസ്, പ്രിൻസിപ്പൽ ICS. തനിമയുടെ അഡ്വൈസറായ കുവൈറ്റിലെ മലയാളികളുടെ തലതൊട്ട സാംസ്കാരിക പ്രവർത്തകൻ ശ്രീ ജോൺ മാത്യു അവർകൾ, കുവൈറ്റിലെ തലതൊട്ട പത്രപ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ മലയിൽ മൂസക്കോയ, അപ്സര ബസാറിന്റെ ജനറൽ മാനേജർ ശ്രീ മഹമ്മൂദ്, ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സിന്റെ റീജിയണൽ മാനേജർ ശ്രീ BP നാസർ, UAE എക്സ്ചേഞ്ചിന്റെ കൺട്രി ഹെഡ്, കഴിഞ്ഞ 8 വർഷമായി ഈ പരിപാടിയെ മാറോടണച്ച എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ പാൻസിലി വർക്കി അവറുകൾ, അൽഹൊമൈസിയുടെ സെയിൽസ് മാനേജർ ശ്രീ ബാലു, UFMന്റെ സെയിൽസ് മാനേജർ ശ്രീ ഫിലിപ്പ് സാമുവേൽ, അൽ അജ്മിയുടെ ജനറൽ മാനേജർ ശ്രീ ബാബു ചക്കോള, ബ്ലൂ സ്റ്റാർ ലോജിസ്റ്റിക്സിന്റെ സെയിൽസ് മാനേജർ ശ്രീ മെബു, ഫ്യൂഷൻ ഷിപ്പിങ്ങിന്റെ, ക്ഷമിക്കണം ഞാൻ ശ്രദ്ധിക്കാതെ പോയ ഒരാളാണ് അവിടെ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും കഴിഞ്ഞ വർഷങ്ങളായി നിരന്തരമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സോണി സെബാസ്റ്റ്യൻ, ഫ്യൂഷൻ ഷിപ്പിങ്ങിന്റെ ജനറൽ മാനേജർ ശ്രീ സോണി സെബാസ്റ്റ്യൻ, ഫ്യൂഷൻ ഷിപ്പിങ്ങിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ സോണി സെബാസ്റ്റ്യൻ, ശ്രീ BECയുടെ ശ്രീ ജോസ്, സ്റ്റെപ്പ് നഴ്സറിയുടെ ജനറൽ മാനേജറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തനിമയുടെ വനിതാ വിഭാഗത്തിൻ്റെ ജോയിന്റ് കൺവീനർ പ്രമീള ജോണി വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു വ്യക്തിത്വം കൂടെ ബഹുമാനപ്പെട്ട തോമസ് ഹൈഡേൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം കടന്നു വരണമെന്ന്. With head bowed in humility and heart overflowing with gratitude at the manifold mercies showered on us by the Almighty, let us invoke the blessings of God. We have the prayer song by Miss Reshma and Ruchitra. को मन की शक्ति देना, मन विजय करे, दूसरों की जैसे पहले खुद को जय करे. हमको मन की शक्ति देना, भेदभाव अपने दिल से साफ कर सके, दूसरों से भूल हो तो माफ कर सके, झूठ से बचे रहे, सच का दम भरे, दूसरों की जैसे पहले खुद को जय करे. हमको मन की शक्ति देना, मुश्किलें पड़े तो हम पे इतना कर्म कर, साथ दे तो धर्म का, चले तो धर्म पर, खुद पे हौसला रहे, बली से ना डरे, दूसरों की जैसे पहले खुद को जय करे. हमको मन की शक्ति देना, मन विजय करे, दूसरों की जैसे पहले खुद को जय करे. हमको मन की शक्ति देना. Next, I call upon Mr. Binoy, sports convener Tanima, to deliver the welcome speech. വിശിഷ്ടാതിഥികളെ, മാന്യ സുഹൃത്തുക്കളെ, തനിമ മറയില്ലാത്ത മലയാളി കൂട്ടായ്മ ജന്മനാളിൻ്റെ സ്മരണകൾ ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട്
ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കുവൈറ്റിലെ മലയാളി മനസ്സുകളിൽ പ്രതിഷ്ഠ നേടിയ അതിർവരമ്പുകളില്ലാത്ത മലയാളി കൂട്ടായ്മ, അതാണ് തനിമ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തനിമ നടത്തിവരുന്ന ദേശീയ വടംവലി മത്സരത്തിന് നമ്മുടെ സമൂഹം നൽകിയ പിന്തുണയെ നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഈ സായാഹ്നം നമുക്കെല്ലാവർക്കും ഹൃദ്യമായ അനുഭവമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മിസ്റ്റർ ഷാജി വർഗീസിനെ ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ വിധു പി നായർ, ഡെപ്യൂട്ടി ചീഫ് മിഷൻ, ഇന്ത്യൻ എംബസി, കുവൈറ്റിലെ മലയാളി സമൂഹത്തിന് സുപരിചിതനായ അങ്ങയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, മിസ്റ്റർ അബ്ദുൾ ഫഹദ് അൽ അലി. ഔദ്യോഗികയുടെ പേരിൽ അദ്ദേഹത്തിനെയും ഈ നമ്മുടെ മലയാളിയുടെ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കേണൽ നാദ അബ്ദുൾ അൽ തേബി ആൻഡ് കേണൽ അബു സാഗർ എന്നിവരെയും ഔദ്യോഗികരുടെ പേരിൽ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. തനിമയുടെ എല്ലാ പരിപാടികൾക്കും പിന്തുണയും സഹായവും നൽകി വരുന്ന ഗൾഫ് മാർട്ട് കുവൈറ്റ് ഹെഡ് ഡോക്ടർ ടി.എ. രമേശിനെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ദേശീയ വടംവലി മത്സരത്തിന് മലയാളി സമൂഹത്തിന് കൂടുതൽ പരിചയപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കോർ കമ്മിറ്റിയുടെ ഒന്നിച്ചുള്ള ആലോചനയിലൂടെയും തീരുമാനങ്ങളിലൂടെയും ജാതിമത വ്യവസ്ഥകൾക്ക് അതീതമായി പ്രാദേശിക രാഷ്ട്രീയ നിറഭേദങ്ങളില്ലാതെ തനിമ വൈവിധ്യമാർന്ന വിവിധ പരിപാടികൾ നടത്തി ഇന്ന് കുവൈറ്റിലെ മലയാളി സമൂഹത്തിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. പുതുവത്സര തനിമ, വേനൽ തനിമ, സൗഹൃദ തനിമ, ഓണത്തനിമ, അക്ഷരത്തനിമ എന്നിങ്ങനെ സ്ഥിരം പരിപാടികൾക്ക് അപ്പുറം മറ്റുള്ള സംഘടനകളെ കൂടെ ഒന്നിച്ചു നിർത്തി അവരെ കൂടെ ചേർത്തുകൊണ്ട് ജനപതി തനിമ, മുല്ലപ്പെരിയാർ വിഷയത്തോടുള്ള കേരളത്തോടുള്ള ഐക്യദാർഢ്യം എന്നിവയ്ക്ക് വേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തനിമയ്ക്ക് സാധിച്ചു. മൺമറഞ്ഞ കലാകാരന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ജോൺസൺ മാഷിന് വേണ്ടി മധുരം ജീവാമൃതം, ഗിരീഷ് പുത്തഞ്ചേരിക്ക് വേണ്ടി നിലാവേ മായുമോ എന്നീ പരിപാടികളും സംഘടിപ്പിക്കുവാൻ തനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ വേനൽ തനിമ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും അതിൻ്റെ നിലവാരം കൊണ്ടും തന്നെ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഏറ്റവും മെച്ചപ്പെട്ടതായിരുന്നു. ഏതാണ്ട് 130-ലധികം കുട്ടികൾ കുവൈറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 3 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തു. 98.4 UFMൻ്റെ കുട്ടീസ് നേരത്തിൽ അവരിൽ പല പ്രഗത്ഭരായ കുട്ടികളും വന്ന് അവരുടെ ക്യാമ്പിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഞങ്ങൾ അഭിമാനം കൊള്ളാറുണ്ട് ആ ക്യാമ്പ് സംഘടിപ്പിച്ചതിൽ. ഇന്ന് തനിമ ഒരു പുതിയ അധ്യായം കൂടെ ഇവിടെ തുറക്കുകയാണ്. കുവൈറ്റിലെ 20 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും സ്കൂൾ മേലധികാരികൾ അവരാൽ തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് തരുന്നതായ ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻറ്റ് ഓരോ കുട്ടികളെ ഇന്ന് ഈ വേദിയിൽ പേൾ ഓഫ് ദ സ്കൂൾ ആയി ഞങ്ങളിവിടെ ആദരിക്കുന്നു. തനിമയുടെ ഭാരവാഹികൾ ഈ ചടങ്ങിന് പങ്കെടുക്കുവാനായി എന്നെ ക്ഷണിക്കുവാൻ ഓഫീസിൽ വന്നപ്പോൾ